ബീഹാറിലെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ NDAക്ക് 50-ൽ കൂടുതൽ സീറ്റ് കിട്ടില്ല എന്ന് അവർ തന്നെ ഉറപ്പിച്ച സാഹചര്യത്തിൽ രണ്ടാം ഘട്ടത്തിൽ അവർ പറയുന്നു 122 മണ്ഡലങ്ങളിൽ 110ഓളം മണ്ഡലങ്ങളിൽ അവർ തൂത്തുവാരും. അങ്ങനെ മൊത്തത്തിൽ 150 മുതൽ 160 സീറ്റ് വരെ നേടിയെടുക്കും എന്നാണ് പറയുന്നത്. RJDക്കാരെന്താ ചൊറിയും കുത്തിയിരിക്കുകയാണോ? RJDയും കോൺഗ്രസും അവിടെ ഉണ്ടാക്കിയ ഓളം ജനസമക്ഷം കണ്ടതാണ്. BJPക്ക് കുഴലൂതുന്ന ഗോദി മീഡിയകൾ എക്സിറ്റ് പോളുകളിലെല്ലാം NDAക്ക് കേവല ഭൂരിപക്ഷം ഉറപ്പാണ് എന്ന് പ്രവചിക്കുകയാണ്. നാണം കെട്ട് മാറി ഇരിക്കുകയാണ് ഗോദി മീഡിയകൾ മുഴുവൻ. അതിൽ ടുഡേസ് ചാണക്യ മാത്രമാണ് ഏറെക്കുറെ ഒരു തൂക്ക് സാധ്യത പ്രവചിക്കുന്നത്. ബാക്കി എല്ലാവരും കൃത്യമായും NDAയിലേക്ക് മുന്നോട്ട് വരും. അവിടെ BJPക്ക് മത്സരിക്കുന്ന എല്ലാ സീറ്റിലും വിജയം ഉറപ്പാകുന്ന രീതിയിൽ, അതായത് 101-ൽ 95 അതിലധികമോ സീറ്റ് നേടിയെടുക്കും എന്നൊക്കെയാണ് പ്രവചിക്കുന്നത്. BJP JDU മഹാസഖ്യം വലിയ ഭൂരിപക്ഷത്തോടു കൂടി ബീഹാറിൽ വീണ്ടും ഭരണത്തിലേറും എന്നൊക്കെ പറയുന്നു. നിതീഷ് കുമാറിന് കൃത്യമായി അറിയാം ഐക്യ ജനതാദൾ ഇക്കുറി വെണ്ണീറാകും, തകർന്നടിയും എന്നുള്ളത്. നവംബർ 14-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ നിതീഷ് ബോധക്ഷയം ഉണ്ടാകാതിരിക്കാനാണ് ഇപ്പോൾ എല്ലാ JDU നേതാക്കളും മനമുരുകി പ്രാർത്ഥിക്കുന്നത്. കാരണം അത്രയേറെ നാശോന്മുഖമായിരുന്നു ബീഹാറിലെ കുത്തഴിഞ്ഞ ഭരണം. എത്ര തവണ അങ്ങോട്ടും ഇങ്ങോട്ടും കുരങ്ങൻ ചാടുന്ന മാതിരി നിതീഷ് ആ കയറിൽ നിന്ന് ഈ കയറിലേക്ക് ചാടുന്നു, ഈ കയറിൽ നിന്ന് മറ്റേ കയറിലേക്ക് ചാടുന്നു. എന്തൊരു വിരോധാഭാസമാണ് ഈ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നത്. കർപ്പൂരി ഠാക്കൂറിന് ഭാരത് രത്ന കൊടുത്തു, ഉടൻ BJPയിലോട്ട്. BJP നേതാക്കൾ തന്നെ വ്യക്തിഹത്യ ചെയ്യുന്നു, ഉടൻ മഹാസഖ്യത്തിന്റെ ഭാഗം. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിന്നൂടെ? എന്നിട്ട് മഹാസഖ്യത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് വലിയ രീതിയിൽ ഐക്യ ജനതാദൾ മുന്നേറ്റം ഉണ്ടാക്കിയ വർഷമായിരുന്നു 2015. അന്ന് 101 സീറ്റ് വീതം RJDയും JDUവും മത്സരിച്ചപ്പോൾ JDUവിന് 70 സീറ്റുകൾ ലഭിച്ചു, 71. എന്നാൽ BJPയുടെ കൂടെ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ ലഭിച്ചത് 43 സീറ്റുകളാണ്. തകർന്ന് അടിഞ്ഞു. തകർത്തതെല്ലാം BJPയുടെ സീക്രട്ട് ഏജന്റ് ആയിരുന്ന ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിലുള്ള ആളുകളാണ്. ഒളിപ്പോരാണ് നടത്തിയത്. ചിരാഗ് പാസ്വാനും സംഘവും ഇത്തവണയും എല്ലായിടത്തും സജീവമായിരുന്നു. എന്നാൽ റിവേഴ്സ് സൈക്കോളജി എന്ന രീതിയിൽ JDU നേതാക്കളെ സഹായിക്കുകയല്ല, മറിച്ച് NDAക്ക് ഭൂരിപക്ഷം കിട്ടാൻ താൻ കഴിയുന്നത് എല്ലാം ചെയ്തിരിക്കുന്നു എന്നൊക്കെയാണ് പ്രഖ്യാപിച്ചത്. NDAക്ക് ഭൂരിപക്ഷം കിട്ടുമ്പോൾ നിതീഷിന് 10-ൽ കുറയാതെ സീറ്റ് കാണുമോ എന്തോ.